നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. 2 മാസത്തെ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷം ജൂൺ 1 മുതൽ ആരംഭിക്കും. ശുചീകരണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഒരുക്കങ്ങളും നടപ്പാക്കി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ സജ്ജം. പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് ജില്ലാതലത്തിലും ഉപജില്ലാ തലങ്ങളിലും. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൂഫാൻ ദ നാർക്കോ ഹണ്ട്, നമുക്ക് ലഹരിയുടെ വേരർ എന്ന ക്യാപ്ഷനുകളോടെ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്തു. പദ്ധതി നടപ്പിലാക്കുന്നത് തൃശൂർ റൂറൽ ജില്ലയിലെ 500ഓളം സ്കൂളുകളിൽ. അടിയന്തരമായി പോലീസിനെ വിളിക്കാനുള്ള എല്ലാ നമ്പറുകളും നെയിം സ്ലിപ്പിൽ. പാഞ്ഞാൾ ഉതുവടിയിൽ വീണ്ടും കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനംവകുപ്പിന്റെയും അധികാരികളുടെയും വീഴ്ചകൾക്കെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. കാട്ടാൻ ശല്യം നേരിടാൻ മുൻപേ വിളിച്ചു ചേർത്ത യോഗം നടപടികൾ എടുക്കാതെ ചായ കുടിച്ച് പിരിയൽ യോഗമായെന്നും പ്രദേശനിവാസികൾ. പ്രവാസി വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 17ആയി. പ്രവാസിയിൽ നിന്ന് 70 കോടി മോചനദ്രവ്യം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി ആസൂത്രണം. കൊട്ടേഷൻ നൽകിയത് പ്രവാസിയുടെ അടുത്ത ബന്ധു. ഒറ്റപ്പാലം പാലപ്പുറത്തെ ഇഡലിയുമായി മോഷണത്തിനെത്തിയ കള്ളൻ വീടിൻ്റെ റൂഫിന് മുകളിലൂടെ നടക്കുന്നതിനിടെ ഷീറ്റ് തകർന്ന് താഴേക്ക് വീണ് മോഷണശ്രമം പാളി. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജൂൺ 1 മുതൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ കയറി തുടങ്ങും. തൃശ്ശൂരിൽ നിന്നും ഷൊർണൂർ വഴി ഒറ്റപ്പാലത്തേക്ക് പോവുകയും തിരികെ വരികയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾ ഒഴികെയുള്ള മറ്റെല്ലാ സ്വകാര്യ ബസ്സുകളും സ്റ്റാൻഡിൽ കയറണം. സ്വകാര്യ ബസ്സുകൾ കയറുന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുളപ്പള്ളി ടൗണിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കാഞ്ഞാണിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ബൈക്ക് യാത്രക്കാരായ വാടാനപ്പള്ളി സ്വദേശി കൊടുവത്ത് പറമ്പിൽ 17 വയസ്സുള്ള പ്രണവ്, വെങ്കിടങ്ങ് കരുവന്തല സ്വദേശി ചുക്കാശ്ശേരി വീട്ടിൽ 19 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് മരണപ്പെട്ടത്. അപകടത്തിൽ മറ്റു 2 പേർക്ക് പരിക്ക്. 2 മാസത്തെ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷം ജൂൺ 1 മുതൽ ആരംഭിക്കുന്നു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ സജ്ജമായി. ശുചീകരണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ജില്ലാ പ്രവേശനോത്സവവും അതത് ഉപജില്ലാതല പ്രവേശനോത്സവവും തിങ്കളാഴ്ച രാവിലെ നിശ്ചയിച്ച വിദ്യാലയങ്ങളിൽ നടക്കും. 2 മാസക്കാലം കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും യാത്ര ചെയ്തുമൊക്കെ അടിച്ചു പൊളിച്ച വിദ്യാർത്ഥികൾ ഇനി വീണ്ടും വിദ്യാലയങ്ങളിലേക്ക്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി വിദ്യാലയങ്ങളും. 2 മാസത്തെ വേനലവധിക്ക് ശേഷമാണ് ജൂൺ 1 തിങ്കളാഴ്ച മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നത്. ജില്ലാ കളക്ടറും വിദ്യാഭ്യാസ വകുപ്പും നിർദ്ദേശപ്രകാരം ശുചീകരണ പ്രവൃത്തികൾ, പെയിന്റിംഗ് പ്രവൃത്തികൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സജ്ജമായിരിക്കുന്നത്. ഓരോ വർഷവും മികച്ച വിജയശതമാനം കൂട്ടുക എന്നതാണ് ഓരോ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ അധികൃതരുടെ ലക്ഷ്യം. ജില്ലാതല പ്രവേശനോത്സവവും അതത് ഉപജില്ലാതല പ്രവേശനോത്സവവുമാണ് സംഘടിപ്പിക്കുക. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലെ പൊറ്റശ്ശേരി വിദ്യാലയത്തിലാണ് ഇത്തവണ ജില്ലാതല പ്രവേശനോത്സവം നടത്തുക. ഷൊർണൂർ ഉപജില്ലാതല പ്രവേശനോത്സവം വടക്കേക്കര ALP സ്കൂളിലാണ് നടത്തുന്നത്. രാവിലെ 10-ന് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല അധ്യക്ഷയായിരിക്കും. ഷൊർണൂരുള്ള ടെക്സ്റ്റ് ബുക്സ് സ്റ്റോറിൽ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൂഫാൻ ദ നാർക്കോ ഹണ്ട്, നമുക്ക് ലഹരിയുടെ വേരർക്കാം എന്ന ക്യാപ്ഷനോടുകൂടിയ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യും. തൃശ്ശൂർ ജില്ലയിലെ 500 വിദ്യാലയങ്ങളിലാണ് കുട്ടികൾക്കായി ഇത്തരത്തിൽ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യുക. സ്ലിപ്പുകളിൽ പോലീസ് സേവനം, അടിയന്തരമായി വേണ്ട എല്ലാ നമ്പറുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിയുടെ കരാളഹസ്തകങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശങ്ങളും പോലീസിൻ്റെ അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകളും ആലേഖനം ചെയ്ത നെയിം സ്ലിപ്പുകളാണ് തൃശ്ശൂർ റൂറൽ ജില്ലയിലെ 500 സ്കൂളുകളിലെ കുട്ടികൾക്കായി വിതരണം ചെയ്യുന്നത്. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ഇത്തരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യുക എന്നത് തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ ആശയമാണ്. പുസ്തകങ്ങളിൽ ഒട്ടിക്കുന്ന ഈ നെയിം സ്ലിപ്പുകൾ വഴി കുട്ടികളിലേക്കും അതുവഴി അവരുടെ കുടുംബങ്ങളിലേക്കും പോലീസിൻ്റെ സുരക്ഷാ സന്ദേശങ്ങൾ നേരിട്ടുമെത്തുന്നതിനാൽ
ഇത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒരുപോലെ വലിയ സുരക്ഷാബോധവും ജാഗ്രതയും വളർത്താൻ സഹായിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കുന്നതോടൊപ്പം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും സുരക്ഷയ്ക്കും വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ 9497900200, ചൈൽഡ് ലൈൻ നമ്പർ 1098, സാമ്പത്തിക സൈബർ തട്ടിപ്പുകൾക്കെതിരെയുള്ള ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930, അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം നേരിടാനുള്ള പോലീസ് കൺട്രോൾ റൂം നമ്പർ 112 എന്നിവയും ഈ നെയിം സ്ലിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അഴിമതിക്കെതിരെയുള്ള പ്രത്യേക പദ്ധതിയായ പ്രോജക്റ്റ് സീറോയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 1064 നെയിം സ്ലിപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ മയക്കുമരുന്നും മാരകമായ രാസലഹരികളും വലിയ ദുരന്തങ്ങളാണ് വിതയ്ക്കുന്നത്. കൗതുകത്തിനു വേണ്ടി ഒരു തവണ മാത്രം ഉപയോഗിച്ചാൽ പോലും കടുത്ത അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ കുട്ടികളുടെ ഭാവിയും ജീവിതവും ഇരുളടഞ്ഞതാക്കി മാറ്റും. വിദ്യാലയങ്ങളെയും കലാലയങ്ങളെയും ഈ ലഹരി വിപത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കാനാണ് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. സ്കൂൾ പരിസരങ്ങളിലോ സമൂഹത്തിലോ ലഹരി ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വിവരങ്ങൾ ഉടനടി പോലീസിനെ അറിയിക്കാവുന്നതാണ്. ഇതിനായി പോലീസിൻ്റെ യോദ്ധാവ് വാട്സപ്പ് നമ്പറായ 9995966666 24 മണിക്കൂറും വിവരങ്ങൾ കൈമാറാം. ശബ്ദ സന്ദേശം, ടെക്സ്റ്റ്, ഫോട്ടോ, വീഡിയോ വഴി മാത്രം വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്ന ഈ സംവിധാനത്തിലൂടെ വിവരങ്ങൾ നൽകുന്ന വ്യക്തിയുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ പൂർണ്ണമായും അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്നും ലഹരിമുക്തമായ ഒരു നല്ല നാളേക്കായി എല്ലാവരും ഈ ക്യാമ്പയിനിൽ പങ്കാളികളാകണമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൽ ഉതുവടിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായ നാശം വിതച്ചു. വനംവകുപ്പിൻ്റെയും അധികാരികളുടെയും വീഴ്ചകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ഇവിടെ. കാട്ടാന ശല്യം നേരിടാൻ മുൻപേ അധികാരികളുടെ യോഗം ചേർന്നെങ്കിലും ചായ കുടിച്ച് പിരിയാൻ നടത്തിയ യോഗമായിരുന്നു എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പാഞ്ഞാൽ പഞ്ചായത്തിലെ ഉതുവടിയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കാട്ടാന വീണ്ടും ഇറങ്ങിയത്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന നെയ്യൻ വീട്ടിൽ റിൻസിന്റെ വീട്ടുപറമ്പിലാണ് വന്യമൃഗം വൻ നാശനഷ്ടങ്ങൾ വരുത്തിയത്. വീടിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത കാട്ടാന പറമ്പിൽ കൃഷി ചെയ്തിരുന്ന നിരവധി വാഴകളും മറ്റ് കാർഷിക വിളകളും ചവിട്ടി മെതിച്ച് നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ടും പഞ്ചായത്തും വനംവകുപ്പും ഭരണാധികാരികളും നിസ്സംഗത തുടരുന്നതിനെതിരെ വൻ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. സ്ഥിരമായി വന്യമൃഗശല്യം നേരിടുന്ന ഈ മേഖലയിൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ ദിവസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് സംയുക്ത യോഗം ചേർന്നിരുന്നു. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനും RRT, PRT എന്നിവയുടെ സേവനം കൂടുതൽ ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ വെറും ചായ കുടിച്ച് പിരിയാൻ മാത്രമായി നടത്തിയ ആ യോഗത്തിന് ശേഷം ഒരു തുടർ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ വീട്ടുപറമ്പിലെത്തിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ ഒരു ഗൃഹനാഥൻ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം ഇവിടെയുള്ള ജനങ്ങളുടെ ഭീതി ഇരട്ടിയാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതവുമില്ലാതെ അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് നാട്ടുകാർ പറയുന്നു. ഇനിയും വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പ്രഹസനങ്ങളല്ല, മറിച്ച് സൗരവൈദ്യുതി വേലി ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യ പ്രതിരോധ മാർഗങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നാണ് ജനങ്ങളുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രവാസി വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. മലപ്പുറം വണ്ടൂർ സ്വദേശികളായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിലാണ് അറസ്റ്റ്. കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇതോടെ 17 ആയി. 70 കോടി മോചനദ്രവ്യം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി ആസൂത്രണം ചെയ്ത്. പ്രവാസി വ്യവസായിയുടെ അടുത്ത ബന്ധുവാണ്. മലപ്പുറം എടവണ്ണ കൊളപ്പാടൻ വീട്ടിൽ മുഹമ്മദ് നിസാം, കോഴിക്കോട് കൊടുവള്ളി അഗായിൽ വീട്ടിൽ അബ്ദുൽ മനാഫ് എന്നിവരാണ് പിടിയിലായത്. കുറ്റകൃത്യം ഏകോപിപ്പിച്ചത് നിസാമാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് മനാഫ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 17ആയി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവരും മുഖ്യ സൂത്രധാരനും ഉൾപ്പെടെ നേരത്തെ പിടിയിലായിരുന്നു. 70 കോടി രൂപ മോചനദ്രവ്യം ലക്ഷ്യമിട്ടിട്ടുള്ള കൊട്ടേഷനാണെന്നാണ് കണ്ടെത്തൽ. പരാതിക്കാരൻ്റെ അടുത്ത ബന്ധുവാണ് മുഖ്യ സൂത്രധാരൻ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറം പൂങ്കോട് സ്വദേശിയായ ഇയാൾക്ക് 65 ദിവസം ജയിൽവാസത്തിന് ശേഷം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇയാൾ വിദേശത്ത് കഴിയുന്ന ചിലർക്കാണ് കൊട്ടേഷൻ നൽകിയിരുന്നതെന്നും ഇവരുടെ നിർദ്ദേശപ്രകാരം നിസാം നാട്ടിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചെന്നും പോലീസ് പറഞ്ഞു. 2025 ഡിസംബർ 6 മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ
ഒരു സംഘം തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന ആഡംബരക്കാർ പിന്തുടർന്ന സംഘം തിരുമറ്റുകൂട്ട് നിന്നാണ് ആക്രമിച്ചത്. തട്ടിക്കൊണ്ടുപോയ ദിവസം രാത്രി കോതകുറിശ്ശിയിൽ കൊട്ടേഷൻ സംഘം പാർപ്പിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് മുഹമ്മദ് അലി രക്ഷപ്പെട്ടിരുന്നത്. ഇവർ മദ്യലഹരിയിൽ ഉറങ്ങിയ ഘട്ടത്തിൽ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ മുഹമ്മദ് അലിയെ നാട്ടുകാരും പോലീസും ചേർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശരീരമാകെ പരിക്കേറ്റ മുഹമ്മദ് അലി ദിവസങ്ങളോളം ഇവിടെ ചികിത്സയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം പാലപ്പുറത്തെ ഇഡ്ഡലിയുമായി മോഷണത്തിനെത്തിയ കള്ളൻ വീടിൻ്റെ റൂഫിന് മുകളിലൂടെ നടക്കുന്നതിനിടെ ഷീറ്റ് തകർന്ന് താഴേക്ക് വീണ് മോഷണശ്രമം പാളി. പാലപ്പുറം കൊട്ടാരപ്പാട്ടിൽ ശ്രീനിവാസിൻ്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 1:45 വീട്ടിലെ നായ്ക്കൾ തുടർച്ചയായി കുരയ്ക്കുന്നത് കേട്ടാണ് വീട്ടുകാർ ആദ്യം ഉണർന്നത്. എന്നാൽ പിന്നീട് 3:45 വീണ്ടും നായ്ക്കൾ കുരച്ചപ്പോൾ വീട്ടുകാർ പുറത്തേക്ക് നോക്കുകയും ഒരാൾ നടന്നു പോകുന്നത് കാണുകയും ചെയ്തു. തുടർന്ന് സംശയം തോന്നി വീടിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കയ്യിൽ ഒരു കവറുമായി ഒരാൾ നടന്നു പോകുന്ന ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മോഷണ ശ്രമത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. വീടിന്റെ പുറകിലെ ഗോവണി വഴിയാണ് മോഷ്ടാവ് മുകൾ നിലയിൽ കയറിയത്. 2ാം നിലയിലൂടെ നടക്കുന്നതിനിടെ ജിപ്സം റൂഫിൽ ചവിട്ടുകയും റൂഫ് തകർന്ന് താഴേക്ക് വീഴുകയുമായിരുന്നു. 21 ഇഡ്ഡലികൾ അടങ്ങിയ കവർ അവിടെ തന്നെ ഉപേക്ഷിച്ചാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത്. വീട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉടമസ്ഥൻ ശ്രീനിവാസൻ പറഞ്ഞു. ഒരു 1:45 നമ്മുടെ ഇവിടെ നായകര വിട്ടു. അപ്പം നമ്മളത് ശ്രദ്ധിച്ചില്ല. പിന്നെ രണ്ടാമതൊരു 3:45 നായകര കേട്ടപ്പോൾ നമ്മൾ CCTV നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ ഗേറ്റ് തുറന്ന് പുറത്തു പോയി കണ്ടു. അപ്പം നമ്മൾ അപ്പോഴേക്കും വീട്ടിൽ എൻ്റെ മോനും ഭാര്യയൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു. ആളോട് നിൽക്കാൻ പറഞ്ഞ ആൾ അങ്ങനെ തിരിഞ്ഞു നോക്കാണ്ട് പോയി. പിന്നെ ഞങ്ങൾ CCTV ഒക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇയാൾ വരുമ്പോൾ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. അത് ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഇയാൾ വന്നിട്ട് ഡയറക്റ്റ് പിന്നിൽ നിന്ന് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു കോണിയുണ്ട്. ആ കോണിയിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ട് അവിടെ ഈ പൊതി വെച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് പരിശോധിച്ചപ്പോൾ അതിൽ 21 ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്. ഇയാൾ അവിടുന്ന് ഇങ്ങനെ നടക്കാൻ നോക്കിയപ്പോൾ നമ്മളെ ജിപ്സം അടിച്ചൊരു ഫോൾ സീലിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ മൂപ്പര് താഴത്തേക്ക് വീണു. അങ്ങനെ നീച്ച് പോയതായിരിക്കാം. പക്ഷെ പോണതിൻ്റെ മുന്നേ ആൾ വീടിൻ്റെ ചുറ്റും ഒരു 2-3 പ്രാവശ്യം ഒന്ന് റൗണ്ട് അടിച്ചു. അതിൻ്റെ ഉള്ളിൽ ആൾ പറയുന്നുണ്ട് അയ്യോ ഇവിടെ CCTV ഉണ്ടെന്ന്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കല്ല, കൂടെ ഒരു 1-2 പേര് ഉണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ ഒരു നിഗമനം. കള്ളനൊപ്പം മറ്റു ചിലരും സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. വീട്ടുടമസ്ഥന്റെ പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം പോലീസിന്റെ എമർജൻസി നമ്പറിൽ ബന്ധപ്പെട്ടിട്ടും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെന്ന ആരോപണവും വീട്ടുടമസ്ഥൻ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജൂൺ 1 മുതൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ കയറി തുടങ്ങും. തൃശ്ശൂരിൽ നിന്നും ഷൊർണൂർ വഴി ഒറ്റപ്പാലത്തേക്ക് പോകുകയും തിരികെ വരികയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾ ഒഴികെയുള്ള മറ്റു ബസ്സുകളാണ് സ്റ്റാൻഡിൽ കയറുക. ഷൊർണൂരിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുക. വർഷങ്ങളായി ഷൊർണൂർ നഗരസഭ നിർമ്മിച്ച കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ കയറുന്നില്ല എന്നതായിരുന്നു നിലവിലുണ്ടായിരുന്ന പ്രശ്നം. അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് ചിലപ്പോഴൊക്കെ ബസ്സുകൾ കയറും, പിന്നീട് ബസ്സുകൾ കയറാറില്ല. ഇനി പഴയ പോലെ ആവില്ല. ജൂൺ 1 മുതൽ സ്വകാര്യ ബസ്സുകൾ കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറി തുടങ്ങും. ബസ് ഉടമകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നഗരസഭയിൽ ചേർന്ന ട്രാഫിക് യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുക. അതേസമയം തൃശ്ശൂരിൽ നിന്നും ഷൊർണൂർ വഴി ഒറ്റപ്പാലത്തേക്ക് പോകുകയും തിരികെ വരികയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ല. ഷൊർണൂരിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന 25 ലോക്കൽ ബസ്സുകളും പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് സർവീസ് നടത്തുന്ന 30 ബസ്സുകളുമാണ് ജൂൺ 1 മുതൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി സർവീസ് നടത്തുക. കുളപ്പുള്ളി സ്വകാര്യ ഹോട്ടലിന് മുൻവശം വിദേശ മദ്യശാല, ഗവൺമെന്റ് പ്രസ്, ടാക്സി സ്റ്റാൻഡ്, കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുൻവശം തുടങ്ങിയ ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പുകളാണ് ഒഴിവാക്കാനായി പരിഗണനയിലുള്ളത്. തൃശൂർ ഒറ്റപ്പാലം ഭാഗത്തേക്ക് 75 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ജൂൺ 30-ന് ബസ് ഉടമകളായി വീണ്ടും ഒരു യോഗം ചേർന്ന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കാനാണ് നിലവിലെ തീരുമാനം. നിലവിൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന് പുറത്തുനിന്നാണ് ആളുകൾ പട്ടാമ്പി, ഗുരുവായൂർ ഭാഗത്തേക്കുള്ള ബസ്സുകളിൽ കയറുന്നത്. പാലക്കാട് ഭാഗത്തേക്കുള്ള യാത്രക്കാർ ടാക്സി സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് കയറുന്നത്. സ്റ്റാൻഡിൽ ബസ് കയറുന്നതോടെ അപകടങ്ങളും ട്രാഫിക് കുരുക്കുകളും കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കുളപ്പുള്ളി സ്റ്റാൻഡിൽ ബസ് കയറുന്നത് മൂലം ബസ്സുകളുടെ സമയം നഷ്ടമാകാതിരിക്കാൻ കുളപ്പുള്ളിയിലെ സ്വകാര്യ ഹോട്ടലിന് മുന്നിലുള്ളതും വിദേശ മദ്യശാലയ്ക്ക് മുന്നിലുള്ള ബസ് സ്റ്റോപ്പുകൾ ഒഴിവാക്കും. കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറുന്നതിനാൽ 2 മിനിറ്റ് അധികം നൽകണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാഞ്ഞാണിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്.
ബൈക്ക് യാത്രക്കാരായ വാടനപ്പള്ളി സ്വദേശി കൊടുവത്തുപറമ്പിൽ 17 വയസ്സുള്ള പ്രണവ്, വെങ്കിടങ്ങ് കരുവന്തല സ്വദേശി ചുക്കാശ്ശേരി വീട്ടിൽ 19 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. കാഞ്ഞാണി റോഡിൽ KSEB സബ്സ്റ്റേഷന് മുന്നിലെ ഇട റോഡിലേക്ക് തിരിഞ്ഞ പിക്കപ്പിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു അത്രേ. ബൈക്കിലുണ്ടായിരുന്ന മറ്റൊരു യുവാവിനും പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഒരാൾക്കുമാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനങ്ങളുള്ള അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റമാണ് ഇടതു സർക്കാരിന് തിരിച്ചടിയായതെന്ന് മന്ത്രി കെ തുളസി ടീച്ചർ പറഞ്ഞു. മണ്ണൂരിൽ UDF സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവരോട് എല്ലാവരോടുമുള്ള ആ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ വോട്ടർമാരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കാരണം പലപ്പോഴും കഴിഞ്ഞുപോയ സർക്കാരിനെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്തത് അവരുടെ കൈകളിലേക്ക് അധികാരം എത്തിച്ച ജനങ്ങളോട് ഏറ്റവും ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടു കൂടി സർക്കാർ പെരുമാറി എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ തിരിച്ചടി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം നമ്മുടെ കൈകളിലേക്ക് അധികാരവും പദവികളും എല്ലാം എത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്. അപ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ടും അവരോട് ആദരവോടുകൂടി പെരുമാറിക്കൊണ്ടും മാത്രമേ ഏതൊരു ഭരണാധികാരിക്കും ജനപ്രതിനിധിക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിരിക്കും ഇപ്പോൾ അധികാരത്തിലേറ്റ UDF സർക്കാർ എന്നുള്ളത് എല്ലാവരോടുമായിട്ട് പറയുകയാണ്. ഞാനും അതിൻ്റെ ഭാഗമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പെരുമാറ്റം ഞങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കോങ്ങാടിൻ്റെ പ്രതിനിധിയായി എന്നെ വിജയിപ്പിക്കുകയും അതുവഴി കേരളത്തിലെ മന്ത്രിസഭയിലേക്ക് എനിക്ക് എത്തിച്ചേരാനും അവസരമൊരുക്കിയ നിങ്ങളോട് എല്ലാവരോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടുള്ള പെരുമാറ്റം അടുത്ത 5 വർഷം പ്രവർത്തനം നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പെൻഷനൊക്കെ സമയബന്ധിതമായിട്ട് കൊടുക്കുമെന്ന് നമ്മുടെ സർക്കാർ നേരത്തെ ജനങ്ങളോട് പറഞ്ഞതാണ്. അത് സമയബന്ധിതമായിട്ട് കൊടുക്കാൻ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അതിന് വേണ്ട എല്ലാ നടപടികളും ചെയ്ത് അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ പൂർത്തീകരിച്ചതുമാണ്. പക്ഷെ നമ്മുടെ ഈ മണ്ണൂർ പഞ്ചായത്തിൽ 2 ഭരണസമിതികൾ, അതായത് ഒരേ ഭരണസമിതി ഭരിക്കുന്ന 2 ബാങ്കുകൾ, ആ 2 ബാങ്കുകളും അതിൽ വീഴ്ച കാണിച്ചു, അതും കുറ്റകരമായിട്ടുള്ള വീഴ്ച കാണിച്ചു എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ജനങ്ങളോടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വിരുദ്ധമായി അങ്ങനെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തന്റെ വിജയമെന്നും കക്ഷി രാഷ്ട്രീയവും കൊടിനിറവും നോക്കാതെ വോട്ട് ചെയ്ത നിരവധി പേരുണ്ട്. അവർക്ക് ഓരോരുത്തരും നന്ദിയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പെൻഷൻ പെരുന്നാളിന് മുൻപ് കൊടുത്തു തീർക്കാനുള്ള അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്ന് എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു. എന്നാൽ മണ്ണൂർ പഞ്ചായത്തിലെ CPM ഭരിക്കുന്ന 2 ബാങ്കുകളിൽ നിന്നും പെൻഷൻ വിതരണം പെരുന്നാളിന് മുൻപ് ഉണ്ടായില്ല. അവർ വീഴ്ച കാണിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരെ അറുതി വരുത്താനുള്ള ആർജവം UDF സർക്കാരിനുണ്ടെന്നും നമുക്ക് കാണാമെന്നും മന്ത്രി പറഞ്ഞു. UDF ചെയർമാൻ PA സക്കറിയ അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് മണ്ഡലം UDF ചെയർമാൻ ശശികുമാർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് മണ്ഡലം UDF ചെയർമാൻ സലാം തറയിൽ, കോങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് VK ഷൈജു, പറളി ബ്ലോക്ക് പ്രസിഡന്റ് C വിനയൻ, യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അലി അക്ബർ, അലി അക്സർ മാസ്റ്റർ, ഖാദർ പന്നങ്കോട്, ഹക്കീം മാസ്റ്റർ, AVM ബഷീർ, KP മുനീർ, PK പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. PM അൻവർ സാദിഖ് സ്വാഗതവും PK അശ്വജിത്ത് നന്ദിയും പറഞ്ഞു. മണ്ണൂരിലെത്തിയ മന്ത്രിയെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണം നടത്തി. തുടർന്ന് സദസ്സിൽ നിന്നും പ്രവർത്തകർ നൽകിയ നിരവധി നിവേദനങ്ങളും മന്ത്രി വാങ്ങി. എല്ലാവരോടും കൂടി നിന്ന് സെൽഫിയും എടുത്താണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരുന്നാളിന് മുൻപേ പെൻഷൻ നൽകാനുള്ള പണം സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടും അത് പിടിച്ചുവച്ച മണ്ണൂർ പഞ്ചായത്തിലെ CPM ഭരണസമിതി നേതൃത്വം നൽകുന്ന 2 ബാങ്കുകൾക്കെതിരെ അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകണമെന്ന് മന്ത്രി തുളസി ടീച്ചർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നടപടി ഉണ്ടാകണമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായും അൻവർ സാദിഖ് പറഞ്ഞു. വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പെരുന്നാളിന് കുടുംബങ്ങളിൽ പെൻഷൻ പണം എത്താൻ സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടും അതിനെതിരെ ഇടപെടൽ നടത്തിയ ബാങ്ക് സമീപനം അതിഗുരുതരമായ കുറ്റകൃത്യമാണെന്നും സാദിഖ് പറഞ്ഞു. ബക്രീദിന് മുമ്പ് തന്നെ പെൻഷൻ കൊടുക്കുക എന്ന് ക്യാബിനറ്റ് തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും മണ്ണൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന 2 ബാങ്കുകളും അത് വീഴ്ച വരുത്തി എന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനിയായ നമ്മുടെ മന്ത്രി കെ തുളസി അവർകളോട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
മെഡിസിപ്പിലെ അപാധകൾ ഉടൻ പരിഹരിക്കണമെന്ന് പാലക്കാട് ജില്ലയിലെ വിരമിച്ച ഉറുദു അധ്യാപകരുടെ ജില്ലാ സംഗമം ആവശ്യപ്പെട്ടു. പത്രിപ്പാലയിൽ നടന്ന സമ്മേളനം ASO അബ്ദുൽ കരീം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു റിട്ടയർ സംഘടന സാധാരണയായി നിലകൊള്ളാറുള്ളത് അവരുടെ ഈ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കൽ അതിനൊക്കെ മറുപടി കൂട്ടാനും കുറെ കൂടി അത് വാങ്ങിയെടുക്കാനും ഒക്കെയാണ്. അത് വേണം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖം ഉണ്ടാകും. കുറച്ച് നേരത്തേക്കാണ് പഴയ കാലത്തെ ഓർമ്മകൾ അധ്യാപന ജീവിതത്തിൽ കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾ അവരുടെ ജീവിതാനുഭവങ്ങൾ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ PP മുഹമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PT ഹൈദരലി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ബാസ് മാസ്റ്റർ പ്രാർത്ഥന ചൊല്ലി. V രവീന്ദ്രൻ മാസ്റ്റർ അനുശോചന സന്ദേശം വായിച്ചു. AP അഹമ്മദ് സാലിഹ് മാസ്റ്റർ, KK ലീല ടീച്ചർ, V സൈനുദ്ദീൻ, നഫീസ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. KS അബ്ബാസ് മാസ്റ്റർ മണ്ണൂർ, അബു മാസ്റ്റർ, P കുട്ടിയാലി മാസ്റ്റർ, P സുലേഖ ടീച്ചർ, M ഖാലിദ്, K നഫീസ ടീച്ചർ, AS സിദ്ദിഖ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭയാണ് ട്രാഫിക് സിഗ്നൽ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തുന്നതിനാണ് ട്രാഫിക് സിഗ്നൽ പരിഷ്കാരം. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ കുളപ്പള്ളി ടൗണിലാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. 3 ഭാഗത്തെ പാതകളിലേക്ക് തിരിയുന്ന ഡിവൈഡറിലാണ് സിഗ്നൽ സംവിധാനം ഒരുക്കുന്നത്. ഇതിനായി 3 ഇടങ്ങളിൽ ഇരുമ്പുകാലുകൾ സ്ഥാപിച്ചു. കൂടാതെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തായും സിഗ്നൽ സംവിധാനമുണ്ട്. ഇവിടെയും ഒരു ഇരുമ്പുകാൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി 4 ഇടങ്ങളിലും സിഗ്നൽ കാലുകളിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനുണ്ട്. ഷൊർണൂർ പാത, പാലക്കാട് പാത, പട്ടാമ്പി പാത എന്നിവ സംഗമിക്കുന്ന കേന്ദ്രമാണ് കുളപ്പള്ളി ടൗൺ. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കുന്നത്. ഷൊർണൂർ നഗരസഭയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭയും പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, PWDയും ചേർന്ന് നേരത്തെ തന്നെ പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഉടൻ തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സിഗ്നൽ സംവിധാനം വരുന്നതോടുകൂടി കുളപ്പള്ളി ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല സംഗമം ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് SSLC +2 വിജയികളെ അനുമോദിക്കുന്നതിനായി ചടങ്ങ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ കുഴുക്കോട്ടുകാവ് ക്ഷേത്രാങ്കണത്തിലായിരുന്നു ചടങ്ങ്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഉന്നത വിജയം കൈവരിച്ചവരെ നഗരസഭയിൽ ആദരിക്കുക പതിവുണ്ട്. പക്ഷെ ഇതുപോലെ എല്ലാ പ്രദേശത്തുമുള്ള കുട്ടികളെ ആദരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആ ഒരു പ്രവർത്തനം നടത്തുന്നത് ഞാൻ പറഞ്ഞതുപോലെ അതാത് ഭാഗത്തെ റെസിഡൻസ് അസോസിയേഷനുകളും അതുപോലെ വിവിധ ക്ലബ്ബുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നുണ്ട്. അവരെ ഞാൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു. തുടർന്ന് SSLC +2 വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ചെയർപേഴ്സൺ P നിർമ്മല, കൗൺസിലർ മുഹമ്മദ് ആഷിഖ് തുടങ്ങിയവർ വിതരണം ചെയ്തു. ചടങ്ങിൽ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ മുഹമ്മദ് ആഷിഖ്, രജിത, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഹരിദാസ്, എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ്, എക്സിക്യൂട്ടീവ് അംഗവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ VS സുദേശ്, മീന ടീച്ചർ, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദനം നേടിയ കുട്ടികൾ മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാർലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1990, 1991 SSLC ബാച്ചുകാരുടെ കൂട്ടായ്മയായ നാരങ്ങമിഠായി ടീമിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു. എടത്തറ ഗവൺമെൻറ് UP സ്കൂൾ പ്രധാന അധ്യാപിക ഗീത ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തേനൂർ വെസ്റ്റ് AUP സ്കൂൾ, പറളി AGB സ്കൂൾ, കിണാവല്ലൂർ മാണ്ടേക്കാട് ALP സ്കൂൾ, ഓടന്നൂർ GLP സ്കൂൾ, എടത്തറ GUP സ്കൂൾ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തത്. എടത്തറ ഗവൺമെൻറ് UP സ്കൂൾ പ്രധാനാധ്യാപിക ഗീന ടീച്ചർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഓടന്നൂർ ഗവൺമെൻറ് LP സ്കൂൾ പ്രധാനാധ്യാപിക ബിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നാരങ്ങാമുട്ടായി കുടുംബാംഗങ്ങളുടെ മക്കൾ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നാരങ്ങാമുട്ടായി ടീം സെക്രട്ടറി LV സന്തോഷ്, പ്രസിഡന്റ് അനുപമ, ട്രഷറർ നാരായണൻകുട്ടി, വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ, ജോയിന്റ് സെക്രട്ടറി നജീബ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുരളി,
ശിവദാസ്, മനീഷ്, അമീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്കൂൾ പ്രവേശനോത്സവം കോട്ടായി മേഖലകളിലും വിദ്യാലയങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയായി. കോട്ടായി ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. കുളപ്പുള്ളി ഉണ്ണി മുകുന്ദൻ ചാരിറ്റി ട്രസ്റ്റിൻ്റെയും ശ്രീകൃഷ്ണ ജയന്തി സേവാ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുളപ്പള്ളി ഹെൽത്ത് സെൻറ്റർ പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങ് ഉണ്ണി മുകുന്ദൻ ചാരിറ്റി ട്രസ്റ്റ് ചെയർമാൻ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവർക്ക് ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവം കാരണഭൂതനാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പറയുന്നു. നന്ദി. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങളുടെയും പഠനോപകരണങ്ങളുടെയും വിതരണം ഉണ്ണി മുകുന്ദൻ ചാരിറ്റി ട്രസ്റ്റ് ചെയർമാൻ മുകുന്ദൻ നിർവഹിച്ചു. ചടങ്ങിൽ BJP OBC മോർച്ച പ്രസിഡന്റ് KT രവിദാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P അനിൽ രാജ് ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തി സേവാ സമിതി ദാസ് ലക്ഷ്മണനെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും പ്രദേശത്തെ കുട്ടികൾക്ക് കളിക്കുന്നതിനാവശ്യമായ ഫുട്ബോളും മുകുന്ദൻ ചടങ്ങിൽ വെച്ച് കൈമാറി. രാഹുൽ, പ്രസാദ്, വിശാഖ്, കുഞ്ഞൻ, ഗണപതി എന്നിവർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണ ജയന്തി സേവാ സമിതി സെക്രട്ടറി കൃഷ്ണനുണ്ണി നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോങ്ങാട് പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം കഴിഞ്ഞ ദിവസം മണ്ണാന്ത്ര അംഗൻവാടിയിൽ വെച്ച് നടന്നു. അംഗൻവാടിയിൽ നിന്ന് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കും പുതിയതായി അംഗൻവാടിയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്കും സ്കൂൾ ബാഗും ടിഫിൻ ബോക്സും മെമാൻഡോകളും നൽകി. ടീച്ചർ പറഞ്ഞു, ഒരു വർഷക്കാലത്തെ ഒരു അധ്യയന വർഷം കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് പേര് സ്കൂളിലേക്ക് പോവാണ്. 6 പേര് നമ്മുടെ അംഗനവാടിയിലേക്ക് വരികയാണ്. പലതരത്തിലുള്ള വികാര വിചാരങ്ങൾ രക്ഷിതാക്കൾ ഉൾപ്പെട്ട മനസ്സുകൾ പോകുന്നുണ്ടാവും. 4-5 വയസ്സ് കഴിഞ്ഞ കുട്ടികള് ഇത്രയും വർഷം അമ്മമാരെ മാത്രം ചുറ്റിപ്പറ്റി അമ്മമാരാണ് ലോകമെന്ന് വെച്ച് വേറൊന്നും കാണാതെ അമ്മമാരെ ചുറ്റി അമ്മമാരുടെ ശാരീരിക മുന്നിലേക്ക് ചുറ്റിപ്പറ്റി നടന്ന കുട്ടികളെ അമ്മമാരെ മാറി നിന്ന് 6 മണിക്കൂറോളം അമ്മമാരെ മാറി നിന്ന് ഒരു കാലഘട്ടത്തിലേക്ക് കുട്ടികൾ വരികയാണ്. ഇപ്പൊ കുട്ടികൾ പല സങ്കടങ്ങളും സന്തോഷങ്ങളും കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും അംഗനവാടിയിൽ ആദ്യം കയറി വരുന്നുണ്ടാവും. അമ്മമാരെ പുറത്തുനിന്ന് നോക്കുന്നുണ്ടാവും, അതിലപ്പുറത്ത് എത്തി നോക്കുന്നുണ്ട്, എന്റെ മകൻ കരയുന്നുണ്ടോ. അംഗൻവാടിയിലേക്ക് മൈത്രി കൺസ്ട്രക്ഷൻ വക ഫ്രിഡ്ജ് സമ്മാനിച്ചു. പ്രവേശനോത്സവം കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂര്യ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ CN ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകാന്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തകുമാരി, ICDS സൂപ്പർവൈസർ ഷീജ, കോങ്ങാട് പോലീസ് സ്റ്റേഷൻ SHO അതുൽ, PV രാധാകൃഷ്ണൻ, P ദേവജാനകി, PG രവി, PK രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കൈമക്കുന്നത്തുകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാചരണവും പ്രസാദ ഊട്ടും ജൂൺ 20 വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കും. പ്രസാദൂട്ടിൻ്റെ ഭാഗമായുള്ള കാൽനാട്ടൽ കർമ്മം രാകേഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. 1983 പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് 43ാമത്തെ വർഷം നമ്മൾ ആചരിക്കാൻ പോകുന്ന ഈ ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ച മഹത്തായ പ്രസാദൂട്ട് ഈ പുനഃപ്രതിഷ്ഠാ ദിനാചരണത്തിൻ്റെ ഭാഗമായി 2004 മുതൽക്ക് പൂർവ്വകാല കമ്മിറ്റി മെമ്പർമാരും ട്രസ്റ്റിമാരും അവരെയൊക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇന്ന് നാം അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി ഇന്ന് എല്ലാം ഈ ധന്യമുഹൂർത്തത്തിൽ സർവോപരി പ്രതിഷ്ഠാ ദിനത്തിന്റെയും പ്രസാദൂട്ടിന്റെയും ഭാഗമായി പൊതുജന കമ്മിറ്റിയും രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജിംഗ് ട്രസ്റ്റിയും മാനേജരും അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി തുളസി ടീച്ചറും പങ്കെടുത്തു. 9:30 പോലീസ് അകമ്പടിയോടെ വന്നിറങ്ങിയ മന്ത്രി കോൺഗ്രസ് പ്രവർത്തകരും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. ക്ഷേത്രത്തിലെത്തി അകത്ത് കയറി ഭഗവതിയെ പ്രാർത്ഥിച്ച ശേഷം പ്രസാദവും വാങ്ങിയാണ് മടങ്ങിയത്. പുറത്തു നടന്ന കാൽനാട്ടൽ ചടങ്ങിൽ മന്ത്രി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രശസ്തി ആർജിച്ച മുള്ളൂർക്കര ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ 30ാമത് വാർഷിക മഹാ അന്നദാനം ജൂൺ 1 തിങ്കളാഴ്ച നടക്കും. മഹാ അന്നദാനത്തിൽ 100 കണക്കിന് ആളുകൾ ജാതിമത ഭേദമന്യേ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിങ്കളാഴ്ച നടക്കുന്ന മഹാ അന്നദാന ദിനത്തിൽ രാവിലെ 5 മണിക്ക് നട തുറക്കൽ, 5:30 ഗണപതി ഹോമം, 7 മണിക്ക് വിശേഷാൽ പൂജകൾ, 8 മണിക്ക് രഞ്ജിത്ത് മച്ചാട് ആൻഡ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിഗംഭീര ചെണ്ടമേളം, 9:30 മഹാ അന്നദാന വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം പാലിയം ഗ്രൂപ്പ് മാനേജർ വേണുഗോപാൽ പാലിയത്ത് ഭദ്രദീപം കൊളുത്തി നിർവഹിക്കും. 10 മണിക്ക് പ്രസാദൂട്ട് സമാരംഭത്തിന് തുടക്കം കുറിക്കും. ചടങ്ങിൽ ജാതി മതഭേദമന്യേ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കും. ഇവർക്കുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവൻ, ജനറൽ സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
ഇനി മാറ്റലി കാണാം. ഈ സീസണിലെ IPL കലാശപ്പോരാട്ടത്തിൽ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സ് ടീം ഗുജറാത്ത് ടീമിനെ നേരിടുന്നു. നിലവിലെ ചാമ്പ്യന്മാരാണ് ടീം ബാംഗ്ലൂർ. എന്നാൽ ഇത്തവണ ആര് ചാമ്പ്യന്മാരാകും? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. ഇന്ന് 2026 മെയ് 31 നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വാശിയേറിയ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് RCB ഫൈനൽ മാച്ച് നടക്കുകയാണ്. ഈ മത്സരത്തിൽ ആര് ജയിക്കും? എന്റെ അഭിപ്രായത്തിൽ RCB. കാരണം നല്ല ടോപ്പ് ഓർഡേഴ്സ് ബാറ്റ്സ്മാന് ഉള്ളതുകൊണ്ടും ബൌളേഴ്സ് നല്ലപോലെ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ക്വാളിഫയർ 1-ൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് നല്ല രീതിയിൽ ഒരു ജയം RCBക്ക് ഉണ്ടായി. ഈ എല്ലാ കാരണങ്ങൾ നോക്കുമ്പോഴും RCB അവിടെ ഡോമിനേഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗുജറാത്തിന്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഗുജറാത്തിന് ആദ്യ 3 ബാറ്റ്സ്മാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബാറ്റ് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു നിരയാണ് കാണുന്നത്. എന്നാൽ ബോളിംഗ് സൈഡിലേക്ക് വരുമ്പോൾ ഗുജറാത്തിന് നല്ലൊരു ബോളിംഗ് സൈഡും ഉണ്ട്. ക്രിക്കറ്റാണ്, എന്തും സംഭവിക്കാം. എന്നാലും എന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് RCB ഇന്ന് ജയിക്കുമെന്നുള്ളതാണ്. രണ്ട് ടീമും ശക്തരായ ടീമാണ്. രണ്ട് ടീമും അടിപൊളിയായി കളിച്ചിട്ടാണ് IPL ഫൈനൽ വരെ എത്തിയത്. ബാംഗ്ലൂരായാലും ഗുജറാത്തായാലും നല്ല ബാറ്റേഴ്സും ബോളേഴ്സും രണ്ട് ടീമിലുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ കിരീടങ്ങൾ നേടിക്കൊടുത്ത ബാറ്ററായ കോഹ്ലിയുണ്ട്. അതുപോലെ ഇന്ത്യൻ ടീമിൽ കളിച്ചിരുന്ന പ്ലെയർ തന്നെയാണ് ഗുജറാത്ത് ടീമിലുള്ളത്, ശുഭ്മാൻ ഗില്ല്. രണ്ട് പ്ലെയേഴ്സും ഒന്നിനൊന്ന് മെച്ചമുള്ള പ്ലെയേഴ്സാണ്. രണ്ട് പ്ലെയേഴ്സും നല്ലതായി ബാറ്റ് ചെയ്യും, നല്ല പോലെ ബാറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സാണ്. അവരെയാവും എല്ലാവരും ഉറ്റുനോക്കുക. അതുപോലെ തന്നെയാണ് ബോളേഴ്സും. രണ്ട് ടീം ശക്തരായ ബോളേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കളി ഉറ്റുനോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ബാംഗ്ലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2 മാസത്തെ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷം ജൂൺ 1 മുതൽ ആരംഭിക്കും. ശുചീകരണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഒരുക്കങ്ങളും നടപ്പാക്കി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ സജ്ജം. പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് ജില്ലാതലത്തിലും ഉപജില്ലാ തലങ്ങളിലും. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൂഫാൻ ദ നാർക്കോ ഹണ്ട്, നമുക്ക് ലഹരിയുടെ വേരർ എന്ന ക്യാപ്ഷനുകളോടെ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്തു. പദ്ധതി നടപ്പിലാക്കുന്നത് തൃശൂർ റൂറൽ ജില്ലയിലെ 500ഓളം സ്കൂളുകളിൽ. അടിയന്തരമായി പോലീസിനെ വിളിക്കാനുള്ള എല്ലാ നമ്പറുകളും നെയിം സ്ലിപ്പിൽ. പാഞ്ഞാൾ ഉതുവടിയിൽ വീണ്ടും കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനംവകുപ്പിന്റെയും അധികാരികളുടെയും വീഴ്ചകൾക്കെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. കാട്ടാൻ ശല്യം നേരിടാൻ മുൻപേ വിളിച്ചു ചേർത്ത യോഗം നടപടികൾ എടുക്കാതെ ചായ കുടിച്ച് പിരിയൽ യോഗമായെന്നും പ്രദേശനിവാസികൾ. പ്രവാസി വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 17ആയി. പ്രവാസിയിൽ നിന്ന് 70 കോടി മോചനദ്രവ്യം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി ആസൂത്രണം. കൊട്ടേഷൻ നൽകിയത് പ്രവാസിയുടെ അടുത്ത ബന്ധു. ഒറ്റപ്പാലം പാലപ്പുറത്തെ ഇഡലിയുമായി മോഷണത്തിനെത്തിയ കള്ളൻ വീടിൻ്റെ റൂഫിന് മുകളിലൂടെ നടക്കുന്നതിനിടെ ഷീറ്റ് തകർന്ന് താഴേക്ക് വീണ് മോഷണശ്രമം പാളി. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജൂൺ 1 മുതൽ പുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ കയറി തുടങ്ങും. തൃശ്ശൂരിൽ നിന്നും ഷൊർണൂർ വഴി ഒറ്റപ്പാലത്തേക്ക് പോവുകയും തിരികെ വരികയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾ ഒഴികെയുള്ള മറ്റെല്ലാ സ്വകാര്യ ബസ്സുകളും സ്റ്റാൻഡിൽ കയറണം. സ്വകാര്യ ബസ്സുകൾ കയറുന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുളപ്പള്ളി ടൗണിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കാഞ്ഞാണിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ബൈക്ക് യാത്രക്കാരായ വാടാനപ്പള്ളി സ്വദേശി കൊടുവത്ത് പറമ്പിൽ 17 വയസ്സുള്ള പ്രണവ്, വെങ്കിടങ്ങ് കരുവന്തല സ്വദേശി ചുക്കാശ്ശേരി വീട്ടിൽ 19 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് മരണപ്പെട്ടത്. അപകടത്തിൽ മറ്റു 2 പേർക്ക് പരിക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.